രാജ്യത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഇറാൻ യുദ്ധം ഇവിടെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിൽ ഇന്ന് ഒപ്പിടുമെന്ന ട്രംപിന്റെ വാദങ്ങൾ അദ്ദേഹം പലപ്പോഴായി തന്നെ ആവർത്തിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഈ ഒരു വാദത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് കരാറിൽ ഒപ്പിടുമെന്ന വാർത്ത ഇറാൻ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തുവരുന്നത്. ഇതോടുകൂടി തന്നെ മേഖലയിൽ വീണ്ടും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മാത്രമല്ല ഹോർമോസ് കടലിടുക്കാകട്ടെ പൂർണ്ണമായും തുറന്നു നൽകുമെന്നും എണ്ണയുടെ വിലയിൽ പോലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന പ്രവചനങ്ങളാണ് ഇപ്പോൾ പുതുതായി തന്നെ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ലോകം ആശങ്കയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലടക്കം കനത്ത നാശനഷ്ടങ്ങളാണ് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം വിതച്ചത്. അതിൽ നിന്നും കരകയറാൻ ഇനിയും വർഷങ്ങളായുള്ള നീണ്ട കഠിനാധ്വാനം വേണമെന്നതാണ് അറബ് രാജ്യങ്ങളും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു നാശനഷ്ടത്തിന്റെ ഗണ്യമായ വില അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നഷ്ടം നികത്താൻ ഇറാനിൽ നിന്നും സാമ്പത്തികമായ രീതിയിൽ അവരെ കൂടുതലായി തന്നെ സമീപിക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് US-ഉം ഇറാനും ഇന്ന് സമാധാന കരാറിൽ ഒപ്പുവെച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതാകട്ടെ ആഗോള വിപണിയിൽ പോലും വലിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു കരാറിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായി തന്നെ പുറത്തു വന്ന വിവരങ്ങൾ സൂചിപ്പിച്ചത്. കരാർ വെർച്വൽ രീതിയിൽ തന്നെ ഒപ്പിടുമെന്നതായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഇത് യാഥാർത്ഥ്യമായാൽ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് ആശ്വാസകരമാകുമെന്നും ആഗോള വ്യാപാരത്തിനും ഊർജ വിപണിക്കും വലിയ ഉണർവ് നൽകുമെന്നും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇന്ന് തന്നെ ഈ കരാർ ഒപ്പിടുമെന്ന വാദം ഇറാൻ തള്ളിക്കളഞ്ഞതോടുകൂടി തന്നെ വീണ്ടും അവിടെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് നിലനിൽക്കുന്നത്. കരാറിന്റെ അന്തിമ ചട്ടക്കൂട് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നും എന്നാൽ അധികം വൈകാതെ തന്നെ ധാരണയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് എന്നും ടെഹ്റാൻ വ്യക്തമാക്കുകയായിരുന്നു. അതേസമയം US ആകട്ടെ ഉപരോധങ്ങൾ മൂലം അവിടെ മരവിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ ഫണ്ടുകൾ വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. ഈ തർക്കങ്ങൾ സമാധാന ശ്രമങ്ങളെ ബാധിക്കുമോ എന്നതാണ് നിരീക്ഷകരും നിരീക്ഷകരും അതേപോലെ തന്നെ വിപണികളും ഉറ്റുനോക്കുന്നത്. സമാധാന കരാർ യാഥാർത്ഥ്യമായാൽ ആഗോള ഓഹരി വിപണികളിൽ ശക്തമായൊരു മുന്നേറ്റം, ക്രൂഡ് ഓയിൽ വിലയിൽ പോലും കൂടുതൽ ഇടിവ് ഉണ്ടാകുമെന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കപ്പെടുന്നത് രാജ്യാന്തര വ്യാപാരത്തെ പോലും സാധാരണ നിലയിലേക്ക് എത്തിക്കും. അതുപോലെ ഇതോടുകൂടി തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും വലിയ ആശ്വാസകരമായി തന്നെ ഇത് മാറുമെന്നതും എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെടുകയോ കരാർ വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് ആകുകയോ ചെയ്താൽ ആഗോള വിപണികളെ കാത്തിരിക്കുന്നത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ US ഇറാൻ ചർച്ചയുടെ ഓരോ നീക്കവും ഇപ്പോൾ ലോക ധനവിപണി ഇപ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.